ഒരു യോഗം തന്നെ. എവിടെയാണ് സ്ഥലം? ഇങ്ങനെ പേടിക്കലടാ കളയാനായിട്ട്. നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ കാറ്റാമറാൻ്റെ അടുത്ത് പാരാമോട്ടറിങ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആലപ്പുഴയിൽ അങ്ങനെ ഒരു ഈവൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിസ് ചെയ്യരുതല്ലോ. ഇതുവരെ ഒരു പാരാഗ്ലൈഡിങ്ങോ പാരാമോട്ടറിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. സോ ദിസ് ടൈം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കൺസെൻറ്റ് ഫോം ഉണ്ട്, ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, ലീഗൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ. അത് എഴുതി സൈൻ ചെയ്ത് അവർ തരുന്ന PPE വിയർ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർ ഫസ്റ്റ് നമുക്കൊരു ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ തരും. നമുക്കൊരു കോൺഫിഡൻസ് ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ടാണ് അവർ ടേക്ക് ഓഫ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ പലരെയും പോലെ തന്നെ ഹൈറ്റ് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. ഹൈറ്റിൽ ചെന്നിട്ട് താഴേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്താ ഒരു വിൽ പവർ കിട്ടി ഇത് ചെയ്യണമെന്ന് തോന്നി. നിങ്ങളും ഒരു സമയം ബഡ്ജറ്റ് അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം. ആലപ്പുഴ മാത്രമല്ല കേട്ടോ, ഇതിലും അടിപൊളിയൊക്കെ ആയിട്ട് മൗണ്ടെയിൻസിലും ക്ലിഫിലൊക്കെ ഒരുപാട് പാരാഗ്ലൈഡിങ് പാരാമോട്ടറിങ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുക. കാര്യം ഈ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അതിൻ്റെ ഒരു ഫീൽ മനസ്സിലായി. അത് എത്രത്തോളം നമുക്കൊരു നല്ലൊരു വ്യൂ ആ തരുന്നതെന്നുള്ളത്. നമ്മൾ ഈ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഏരിയൽ വ്യൂ ഒക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അത് ഇത്രയും ലോ ഫ്ലൈയിങ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ക്ലിയർ വിഷ്വൽസ് ഒന്നുമല്ല. ഇത് അടിപൊളി വിഷ്വലായിരുന്നു. എന്താ പറയുക, ഈ ക്യാമറ റീച്ചിൽ കാണുന്നതിനപ്പുറം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നൊരു വൈഡ് ആംഗിൾ ഉണ്ടല്ലോ, അത് ഒരു അടിപൊളി വിഷ്വലായിരുന്നു. കടലിലേക്ക് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മുടെ ടോട്ടൽ സറൗണ്ടിങ്സ് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മൾ ഈ കറക്റ്റ് ക്യാമറ വ്യൂവിലല്ലാണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ കാണുമ്പോഴത്തേക്കും ഈ ഒരു നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, അതൊരു അടിപൊളി വ്യൂ ആണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ. നമ്മളൊരു ടോട്ടൽ 360 ഡിഗ്രി നമ്മൾ നോക്കുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ടത്. വല്ലാത്തൊരു യോഗം തന്നെ. എവിടെയാണ് സ്ഥലം? ഇങ്ങനെ പേടിക്കലടാ. നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ പൈലറ്റ് 1-2 സ്കില്ല് കാണിച്ചത്. ആ സ്കില്ല് ഞാൻ ശരിക്കൊന്ന് പേടിച്ചു. ഞാൻ വിചാരിച്ചത് എന്താ സംഭവിക്കുന്നത്, താഴേക്ക് പോകണോ? പിന്നെ ആൾ അവിടെയും നല്ലൊരു കോൺഫിഡൻസ് തന്നു. ഇതിൻ്റെ പാർട്ടാണ്, ഇതൊരു ചെറിയ സ്കിൽസൊക്കെ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് സെയിം ആൾ 1-2 തവണ റിപ്പീറ്റ് ചെയ്തപ്പോഴും അത്ര ഫീൽ ഉണ്ടായില്ല. മീൻസ് അത്ര ഒരു പേടി തോന്നില്ല. ആദ്യം ഞാൻ ശരിക്കൊന്ന് പേടിച്ച്. എനിക്ക് ഈ ആക്ടിവിറ്റിയിൽ കിട്ടിയ വ്യൂസിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആയിരുന്നു ഇപ്പോൾ പോകുന്നത്. അതായത് കറക്റ്റ് നമ്മൾ ലാൻഡ് ചെയ്യുന്ന കടലിനെ ഫേസ് ചെയ്ത് നമ്മുടെ കടൽപ്പാലത്തിൻ്റെ മുകളിലൂടെ ആ ഒരു മൂമെൻറ്റ് ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. ലോങ് നമുക്കൊരു എന്താ പറയുക, കണ്ണെത്താത്ത ദൂരത്തോളം കിടക്കുന്ന ആ ഒരു കടലിലേക്ക് നോക്കുമ്പോൾ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വർക്കലയിൽ ഫ്ലൈ വർക്കല എന്ന് പറഞ്ഞ ഒരു ലേബലിൽ, ഒരു ബ്രാൻഡിൽ പാരാമോട്ടറിങ് ആക്ടിവിറ്റി ചെയ്യുന്ന സെയിം ടീം തന്നെയാണ് ആലപ്പുഴയിലും ഫ്ലൈ ആലപ്പി എന്ന് പറഞ്ഞ ഒരു പേരിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. അവർ നമുക്ക് എന്താ പറയുക തരുന്നൊരു കോൺഫിഡൻസ്, നമ്മൾ നല്ല കംഫർട്ടാക്കിയിട്ടാണ് അവർ ഫ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ശരിക്കും ഇതിൽ ഒരുപാട് വർണ്ണിക്കാനോ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ കാണാനാണ്, കണ്ണിറയെ കാണാനുള്ള കാഴ്ചകളാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഇത് ആലപ്പുഴക്കാർക്ക് മാത്രമല്ല, ഇപ്പോൾ കോട്ടയംകാർക്ക് വാഗമണിലുണ്ട്. എന്നാലും ഇതൊരു സീ ഷോറിൽ ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോട്ടയംകാർക്കും പത്തനംതിട്ടക്കാർക്കും അവർക്കൊന്നും കടലും ബീച്ചസൊന്നും ഇല്ലാത്ത ആൾക്കാരല്ലേ. സോ അവരെല്ലാം നോർമലി വരുന്നതൊക്കെ ആലപ്പുഴ ബീച്ചിലോട്ടൊക്കെയാണ്, ആലപ്പുഴയോ കൊല്ലമൊക്കെയാണ് അവർ പോകുന്നത്. സോ നിങ്ങൾ ആലപ്പുഴ ബീച്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ കാറ്റമറാൻ ലൊക്കേഷൻ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. കാറ്റമറാൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് പാരാ മോട്ടറിങ് ആക്ടിവിറ്റീസിൻ്റെ ഏരിയ. മാക്സിമം നിങ്ങൾ ഫോൺ ത്രൂ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഒരു ബുക്കിംഗ് ഒക്കെ എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാര്യം ഇത് പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇത് ഫ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസവും സമയമൊക്കെ പറഞ്ഞ് ആ സമയത്ത് വെതറെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു തവണ പേടിച്ചതുകൊണ്ട് ഇത്തവണ എന്തായാലും ഞാൻ പേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ പൈലറ്റ് വീണ്ടും ചെറിയ ചെറിയ സ്കിൽസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ടേക്ക് ഓഫിനെക്കാട്ടി എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ലാൻഡിങ് അത്രയും ഫോഴ്സിൽ വന്ന് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നൊക്കെ. പക്ഷേ സത്യം പറയാമല്ലോ, ഭയങ്കര സ്മൂത്തായിരുന്നു. ടേക്ക് ഓഫ് പോലെ തന്നെ സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നിങ്ങളും വന്ന് നിങ്ങളുടേതായ കണ്ണിലൂടെ ആ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ബൈ.